ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന ക്ലോസർ ടു യു ഇനീഷ്യേറ്റീവ് ഗ്ലോബൽ വില്ലേജിന് തുടക്കമായി. പൊതുജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായും ദുബായിലെ സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ. ഗ്ലോബൽ വില്ലേജിലെത്തുന്ന സന്ദർശകർക്ക് വിനോദത്തിനൊപ്പം തന്നെ ദുബായിലെ ഔദ്യോഗിക വിസ സേവനങ്ങളും ഏറ്റവും പുതിയ സ്മാർട്ട് സർക്കാർ സേവനങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടാമെന്നതാണ് ക്ലോസർ ടു യു ഇനിഷ്യേറ്റീവിന്റെ പ്രധാന പ്രത്യേകത. ഇതിനായി പ്രത്യേകം സജ്ജീകരിച്ച് ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിൽ GDRFA ദുബായിയുടെ വിവിധ സേവനങ്ങളെക്കുറിച്ച് നേരിട്ടറിയാനും ആവശ്യമായ നടപടികൾ ലളിതമായി പൂർത്തിയാക്കാനും അവസരമുണ്ട്. 2026 ജനുവരി 5-ന് ആരംഭിച്ച ഈ ജനകീയ സംരംഭം ഫെബ്രുവരി 5 വരെ തുടരും. വിസ പുതുക്കൽ, എൻട്രി പെർമിറ്റുകൾ, ഗോൾഡൻ വിസ, വർക്ക് പെർമിറ്റ്, ഐഡന്റിറ്റി, നാഷണാലിറ്റി സേവനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ കുട്ടികൾക്കായുള്ള പാസ്പോർട്ട് കൺട്രോൾ, റെഡ് കാർപ്പറ്റ് കോറിഡോർ, ഹാപ്പിനെസ് കാർഡ് തുടങ്ങിയ പ്രത്യേക സേവനങ്ങൾ പരിചയപ്പെടാനും ഇവിടെ നിന്ന് സാധിക്കുമെന്ന് GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു. ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 11 മണി വരെ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ GDRFA ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംവാദിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും സൗകര്യമുണ്ട്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേരിട്ട് സ്വീകരിക്കുന്നതിലൂടെ ജനകീയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതും പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത പരിപാടിയിൽ സ്പിൻ ആൻഡ് വിൻ പോലുള്ള വിനോദപരമായ പ്രവർത്തനങ്ങൾ, വിജ്ഞാനപ്രദമായ ഗെയിമുകൾ, ഇന്ററാക്റ്റീവ് പരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദുബായ്.